ഹലോ, അസ്സാം വലൈക്കും വർഹമത്തുള്ള. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ് എന്നുള്ള കവിതയാണ്. അപ്പോൾ നമ്മൾ വേഗം കവിതയിലെ ഓരോ ലൈനുകളും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. നല്ല വിപ്ലവത്തെക്കുറിച്ചിട്ടുള്ള നല്ലൊരു കവിത, രാഷ്ട്രീയക്കാരെ ആ സമയത്തുള്ള നാടകം, അതുപോലെ തന്നെ മീഡിയകൾ ആ സമയത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആളുകൾ എങ്ങനെയാണ് വിപ്ലവത്തെ നോക്കിക്കാണുന്നത്, വിപ്ലവത്തിൽ ആരൊക്കെയാണ് മുതലെടുപ്പ് എടുക്കുന്നത്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ പറയുന്ന നല്ലൊരു കവിതയാണ് ഈ റവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ് എന്ന് പറഞ്ഞ ഈ കവിത. അപ്പോൾ നോക്കാം. യു വിൽ നോട്ട് ബി ഏബിൾ ടു സ്റ്റേ ഹോം. അതായത് റവല്യൂഷൻ ഉണ്ടാകുന്ന വിപ്ലവം ഉണ്ടാകുന്ന സമയത്തെക്കുറിച്ച് പറയാണ്. ആ സമയത്ത് സ്റ്റേ ഹോം വിൽ നോട്ട് ബി ഏബിൾ, കഴിയൂല, ടു സ്റ്റേ ഹോം, വീട്ടിൽ നിൽക്കാൻ കഴിയൂല ബ്രദർ, സഹോദരൻ, നിനക്ക് ആ സമയത്ത് വീട്ടിൽ നിൽക്കാൻ കഴിയൂല. പിന്നെ യു വിൽ നോട്ട് ബി ഏബിൾ ടു പ്ലഗ് ഇൻ, ഇവിടെ ടി വി ആട്ടോ ഉദ്ദേശിക്കുന്നത്. പ്ലഗ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്ലഗിലിടുക, ടി വി പ്ലഗിൽ ഇട്ടിട്ട് ടേൺ ഓൺ, എന്നിട്ട് ടെലിവിഷൻ ഓണാക്കിയിട്ട് ആൻഡ് കോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിനാണ് നമ്മൾ കോപ്പ് ഔട്ട് എന്ന് പറയാം. അപ്പോൾ ഇതൊന്നും ഈ പുറത്ത് നടക്കുന്ന വിപ്ലവങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ടി വി വെച്ചായിട്ട് നീയും കൂടെ ഭാഗവാക്കാവേണ്ട ഒരു വിപ്ലവമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തം നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ എന്നെ കൊണ്ട് ആ സമയത്ത് കഴിയില്ല. പിന്നെ യു വിഡ് നോട്ട് ബി ഏബിൾ ടു ലൂസ് യുവർ സെൽഫ്, നിന്നെ തന്നെ നിനക്ക് നശിപ്പിക്കാൻ കഴിയൂല. വിപ്ലവം ഉണ്ടാകുന്ന സമയത്ത് നിന്നെ തന്നെ നിനക്ക് നശിപ്പിക്കാൻ കഴിയൂല. എങ്ങനെയാണെന്നറിയോ, ഓൺ സ്കാഗ് എന്ന് പറഞ്ഞാൽ ഹീറോയിനൊക്കെ പോലത്തെ എന്താണ്, ഡ്രഗ്സ് ആട്ടോ, മയക്കുമരുന്നാണ്. ആ മയക്കുമരുന്ന് ഉപയോഗിച്ചായിട്ട് നിന്നെ തന്നെ ഇല്ലാതാക്കാൻ കഴിയൂല. പിന്നെ സ്കിപ്പ് ഔട്ട് ഫോർ ബിയർ, സ്കിപ്പ് ചെയ്ത് പോവുക, അതായത് ജസ്റ്റ് ഒന്ന് പോയി വരെ ബിയർ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡ്യൂറിങ് കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്യമാണ്. ടി വിയിലൂടെ പരസ്യം വരുന്ന സമയത്ത് നമ്മളിങ്ങനെ സാധനം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ എന്താ, 2 മിനിറ്റ് പരസ്യം അല്ലെങ്കിൽ 1 മിനിറ്റ് പരസ്യം. അപ്പോൾ ആ പരസ്യത്തിൻ്റെ സമയത്ത് വേഗം പോയിട്ട് കുറച്ച് ബീർ എടുത്തായിട്ട് കഴിച്ച് തിരിച്ചു വരില്ലേ, അതൊന്നും ആ സമയത്ത് എന്താവില്ല. വിപ്ലവം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അതൊന്നും നടക്കൂല. കാരണം എന്താണെന്നറിയോ, ദ റവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. ഈ വിപ്ലവങ്ങളൊന്നും എനിക്ക് എവിടെ കാണാൻ പറ്റില്ല, ടെലിവിഷനിൽ ഈ വിപ്ലവങ്ങളൊന്നും ഉണ്ടാവില്ല. ദ റവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. ഓക്കെ, ടെലിവൈസിനോട് ഉദ്ദേശിക്കുന്നത് അത് എന്താണ്, സംപ്രേഷണം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വിപ്ലവം എവിടെ കാണൂല, ടെലിവിഷനിൽ കാണിക്കുന്ന സാധനമല്ല ഈ വിപ്ലവം എന്ന് പറയുന്നത്. അതുകൊണ്ട് വേറൊരു ഉദ്ദേശം കൂടെ ഇവിടെ ഉണ്ട്. ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ സാധനമാണ്, നമുക്ക് ആസ്വദിക്കാനുള്ള, നമ്മളെ സമയങ്ങളെ എൻജോയ് ചെയ്യാനുള്ളൊരു സാധനമാണ്. റവല്യൂഷൻ അങ്ങനെ ഒരു എൻജോയ് ചെയ്യുന്നൊരു സാധനമല്ല എന്നാണ് ഒരു കൺസെപ്റ്റ്. വേറൊന്ന്, നമ്മൾ ഒരു ടി വി കാണുന്ന സമയത്ത് നമ്മൾ ആ ടി വിയിലുള്ള സാധനങ്ങൾ നമ്മളിങ്ങനെ കാണണം, നമ്മളതിൽ ആക്റ്റീവ് അല്ല, അതായത് നമ്മൾ പാസീവാണ് എന്നർത്ഥം. ടി വിയിൽ എന്താണോ വരുന്നതൊക്കെ നമ്മൾ കാണുന്നു, അപ്പോൾ അതിലേത് വന്നാലും നമ്മൾ സ്വീകരിക്കും. അപ്പോൾ ആ രൂപത്തിൽ പാസീവാണ്. ആ സമയത്ത് നമ്മളെന്തല്ല, ആക്റ്റീവ് അല്ല. അപ്പം അന്നത്തെ തലമുറനെ കുറിച്ച്, അതല്ലെങ്കിൽ ടി വി കാണുന്ന ആളുകളെ കുറിച്ചിട്ട് പറയാണ്, പാസീവായി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെന്തല്ല, ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. പിന്നെ വേറെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ടി വിയിൽ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകൾ ആരാണ്, കോർപ്പറേറ്റ് ഭീമന്മാരാണ്. അതായത് വലിയ വലിയ കമ്പനികളാണ്. ആ കമ്പനികൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എന്താവുള്ളൂ, ടി വി കൂടെ പ്രക്ഷേപണം ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊന്നുമല്ല എന്ത് വിപ്ലവം എന്ന് പറഞ്ഞാൽ. വിപ്ലവം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഈ ടി വിയിൽ കിട്ടുന്നൊരു സാധനമേ അല്ല എന്നാണ് പറയുന്നത്. നോക്കാം. പിന്നെ ദ റവല്യൂഷൻ വിൽ നോട്ട് ബി ബ്രോട്ട്, റവല്യൂഷൻ നിങ്ങൾക്ക് കൊണ്ടുവരപ്പെടൂല എന്നാട്ടോ. എങ്ങനെ, ടു യു, നിങ്ങളിലേക്ക് എത്തൂല. എങ്ങനെ, ബൈ സെറോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോഷോട്ടൊക്കെ എടുക്കുന്ന ആ സാധനത്തിന് സെറോക്സ് എന്ന് പറയലുണ്ട്. ശരിക്കും അതിൻ്റെ കമ്പനിയാണ് സെറോക്സ് എന്ന് പറഞ്ഞ കമ്പനി. അതായത് അവിടുത്തെ ടി വിയിൽ വലിയ വലിയ ഷോകളൊക്കെ സ്പോൺസർ ചെയ്യുന്ന വലിയൊരു ബ്രാൻഡാണെന്ന് സെറോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പോൾ ആ സെറോക്സ് എന്താക്കൂല, വിപ്ലവം ഇതാണെന്ന് പറഞ്ഞായിട്ട് നിങ്ങൾക്ക് ടി വിയിൽ കാണിച്ചു തരൂല. എങ്ങനെ, ഇൻ 4 പാർട്സ്, ഒരു 4 ഭാഗമായിട്ട്, വിത്തൗട്ട് കൊമേഴ്ഷ്യൽ ഇൻട്രപ്ഷൻസ്. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻട്രപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇടയിട. അപ്പോൾ വലിയൊരു പരിപാടി, ഇതാണ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചു തരിക. അതെന്തുണ്ടാവില്ല, ടി വിയിൽ ഉണ്ടാവില്ല. ഓക്കെ, അതും പരസ്യങ്ങളൊന്നും ഇല്ലാതെ ഇതാണ് കേട്ടോ റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം എന്തുണ്ടാവില്ല, ടി വിയിൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ദ റവല്യൂഷൻ വിൽ നോട്ട് ഷോ യു, ഈ റവല്യൂഷൻ അപ്പോൾ ടി വിയിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അടുത്ത പറയാണ്, ഇനി റവല്യൂഷൻ നിങ്ങൾക്ക് കാണിച്ചു തരൂല. എന്തെന്നറിയോ, നിക്സൺ blowing a bugle and leading a charge by John Mitchell, General Abrams and Spiro Agnew
ടു ഈറ്റ് ഹോഗ് മോക്സ് കോൺഫിസ്കേറ്റഡ് ഫ്രം ഹാർലെം സാങ്ച്വറി. ഇത് ആ സമയത്തുള്ള പൊളിറ്റിക്സിനെ വല്ലാതെ വിമർശിച്ചായിട്ട് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. നോക്കുക, ദ റെവല്യൂഷൻ വിൽ നോട്ട് ഷോ യു. പിന്നെ നിങ്ങൾക്ക് തോന്നി ഇതൊക്കെയാണ് റെവല്യൂഷൻ, ഒരു നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ആ സമയത്ത് മെയിനാകുന്നത് കാണാം, അപ്പം നമ്മൾ വിചാരിക്കും ഇതാണ് എന്താ റെവല്യൂഷൻ. അപ്പോൾ ഇയാൾ പറയണത് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതല്ല എന്നുള്ളത് പറഞ്ഞു വരികയാണ്. റെവല്യൂഷൻ വിൽ നോട്ട് ഷോ യു, റെവല്യൂഷൻ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. എന്തിനാണെന്നറിയോ? ചിത്രത്തെ. എങ്ങനത്തെ പിക്ചറാണ്? ഓഫ് നിക്സൺ എന്ന് പറഞ്ഞാൽ അന്നത്തെ അമേരിക്കത്തെ പ്രസിഡന്റ് കേട്ടോ, 1969 മുതൽ 47 വരെ ഉണ്ടായിരുന്ന റിച്ചാർഡ് നിക്സൺ. ആ നിക്സണെ കാണിച്ചു തരില്ല. എങ്ങനെയെന്നറിയോ? ബ്ലോയിങ് ബിഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ വാദ്യം പീപ്പിൾ പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിനാണ് ബിഗിൾ എന്ന് പറയാം. ആ സാധനം, ആ വാദ്യോപകരണങ്ങൾ ഇങ്ങനെ വായിച്ചു കൊണ്ട് പോകുന്ന നിക്സണെ കാണിച്ചു തരുന്നത് എന്തല്ല? റവല്യൂഷൻ അല്ല. റവല്യൂഷൻ അങ്ങനത്തെ സാധനം നമുക്ക് കാണിച്ചു തരില്ല. പിന്നെ അത് മൂപ്പര് അതിങ്ങനെ വായിച്ചു പോവാണ്. ആൻഡ് ലീഡിങ് എ ചാർജ്. പിന്നെ എന്തും കാണിച്ചു തരില്ല. ചാർജ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് അറ്റാക്കാണ്. ഓക്കെ, ഒരു അറ്റാക്ക് നയിക്കുക, അതായത് ഒരു പിന്നെന്താ അക്രമം നയിക്കുന്ന ആരാണെന്ന് പറയുക? ഒന്ന് ജോൺ മിച്ചൽ, അതവിടുത്തെ അമേരിക്കയിലെ ആ സമയത്ത് അറ്റോർണി ജനറലാണ്. പിന്നെ ഒന്ന് ജനറൽ എബ്രാംസ്, മൂപ്പർ എന്താണ് ഈ ട്രൂപ്പിൻ്റെ കമാൻഡറാണ്. പിന്നെ ഒന്ന് സ്പ്രിംഗ് ആഗ്ന്യൂ, എന്താണ് വൈസ് പ്രസിഡൻ്റാണ് ആ സമയത്ത്. ഇവരൊക്കെ എന്താ വേണം? അപ്പം ഇങ്ങനെ പ്രസിഡന്റ് മുന്നിൽ നിന്ന് നന്നായിട്ട് എന്താണ് ഇവരെല്ലാവരും കൂടെ നയിച്ചിങ്ങനെ പോവുകയാണ്, വാദ്യോപകരണങ്ങളങ്ങനെ വെച്ചാട്ട്. ഇതൊന്നും എന്തുണ്ടാവില്ല, റെവല്യൂഷനിൽ ഉണ്ടാവില്ല. പിന്നെ മറ്റുള്ള ആളുകളൊക്കെ എന്താവാണ്? ആക്രമിക്കാൻ വേണ്ടി മുന്നിൽ നിന്നായിട്ട് ഇതാണ് വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താകാണ് അവർ ആളുകളങ്ങനെ സംഘടിപ്പിച്ച് പോവുകയാണ്. എന്തിനാ പോകണമെന്ന് അറിയോ? ടു ഈറ്റ് ഹോഗ് മോസ്. ഹോഗ് എന്ന് പറഞ്ഞാൽ പന്നിയാണ്, പിഗ്. ഓക്കെ, മോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വയറുള്ള ഭാഗങ്ങൾ. എങ്ങനത്തെ സാധനമാണെന്ന് അറിയാം? കോൺഫിസ്കേറ്റഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്തേ. എവിടെ നിന്ന്? ഫ്രം എ ഹാർലെം സാങ്ച്വറി. ഹാർലെം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്ഥലമാണ്. സാങ്ച്വറി ഹാർലെം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ബ്ലാക്ക് പീപ്പിൾ, കറുത്തവർഗ്ഗക്കാർ താമസിച്ചിരുന്നൊരു സ്ഥലമാണ്. സാങ്ച്വറി എന്ന് പറഞ്ഞാൽ അവരെ സാങ്ച്വറി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്തിനാ പറയല്? അഭയസ്ഥാനത്തിനാണ് നമ്മൾ സാങ്ച്വറി എന്ന് പറയല്. അപ്പോൾ ഈ കറുത്ത വർഗ്ഗക്കാർ അത്രയും സമാധാനത്തോടു കൂടെ ജീവിച്ചു പോകുന്ന സ്ഥലത്ത് അവിടെ ചെന്നിട്ട് ഈ വലിയ വലിയ ആളുകൾ എന്താക്കുകയാണ്? അവരുടെ ഇവിടെ പിന്നെ പന്നിൻ്റെ വേറെ ഏത് ഭാഗവും പറയാത്തൊരു അവശിഷ്ടം പോലത്തെ വയറിൻ്റെ ആ ഭാഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സാധാരണ ബ്ലാക്ക് പീപ്പിൾ, പാവപ്പെട്ട ആളുകൾക്ക് അതേ ബാക്കി ഉണ്ടാവുള്ളൂ, അവർക്ക് അതേ കഴിക്കാൻ പറ്റുള്ളൂ, വേറൊന്നും എന്തെങ്കിലും അവർക്ക് വാങ്ങാനുള്ള ശേഷിയൊന്നുമില്ല. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ പോകുന്നത്. അപ്പോൾ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഏതൊരു നിസ്സാര കാര്യത്തിനു വേണ്ടിയിട്ട് വലിയ ആളുകളൊക്കെ വന്ന് ഇതുപോലെ ഏതെങ്കിലും പാവപ്പെട്ട ആളുകളുടെ, അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ അന്നം കട്ടുകൊണ്ട് പോരുക എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സാധനങ്ങളൊന്നും അല്ല. പിന്നെ ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കട്ടോ. അടുത്ത പറയാണ് ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി ബ്രോട്ട് യു. നേരത്തെ പറഞ്ഞ് സെറോക്സ് എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾക്ക് എന്താവില്ല, റെവല്യൂഷനെ കാണിച്ചിട്ടില്ല എന്ന് പറയും. ഇനി അടുത്ത പറയാം ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി ബ്രോട്ട് യു. റെവല്യൂഷൻ നിങ്ങളിലേക്ക് എത്തൂല. എങ്ങനെയെന്നറിയോ? ബൈ ദ സേഫർ അവാർഡ് തിയേറ്റർ. അത് അവിടുത്തെ ഒരു എന്താ ട്രൂപ്പ്, അതല്ലെങ്കിൽ എന്താ ഒരു വലിയൊരു തിയേറ്റർ, ഒരു സെൻറ്ററാണ്, കലകളും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സെൻറ്ററാണ്. അവരെന്താക്കൂല? നിങ്ങൾക്ക് റെവല്യൂഷനെ കാണിച്ച് തരൂല. ആൻഡ് വിൽ നോട്ട് സ്റ്റാർ നഡാലി വുഡ്സ് ആൻഡ് സ്റ്റീവ് മാക്യൂൻ ആൻഡ് ബൾവിങ്കിൾ. ഈ പേര് എനിക്ക് വായിക്കാൻ അങ്ങനെ അറിയില്ല കേട്ടോ. ആൻഡ് ജൂലിയ. ഇവരൊന്നും എന്താവില്ലെന്നോ, ഈ കമ്പനി നിങ്ങൾക്ക് കൊണ്ടുവരൂല. അതേപോലെ തന്നെ ഈ പറഞ്ഞ ആളുകളൊന്നും, ഇവരൊക്കെ അവിടുത്തെ വലിയ വലിയ സ്റ്റാർഡം, വലിയ വലിയ അഭിനേതാക്കളും പ്രശസ്തമായ ആളുകളൊക്കെയാണ്. അപ്പോൾ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോലെ എങ്ങനെയാണ്? അങ്ങനത്തെ പ്രശസ്തമായ ആളുകളിലേക്കാണ് നമ്മളെ ചിന്ത പോവുക. ഇവരൊന്നും നിങ്ങൾക്ക് റെവല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ച് തരൂല. പിന്നെ ദ റെവല്യൂഷൻ വിൽ നോട്ട് ഗിവ് യുവർ മൗത്ത് സെക്സ് അപ്പീൽ. നിങ്ങൾക്കത് തരൂല. ഗിവ് യുവർ മൗത്ത്, നിങ്ങളെ വായിക്കത് തരൂല, ചുണ്ടിനത് തരൂല. എന്തെന്നറിയോ? സെക്സ് അപ്പീൽ. ഒരു സെക്സ് അപ്പീൽ എന്തായാലും തരൂല. ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ, ഇപ്പം നമ്മളെ സെക്സ് അപ്പീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അട്രാക്ഷനാണ്. അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ആളുകൾ സാധാരണ ചെയ്യുന്ന പരിപാടി എന്നാണ് ലിപ്സ്റ്റിക്ക് തേക്കുക എന്നാണ്. ഓക്കെ, അതൊക്കെ വലിയൊരു വിപ്ലവമായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ മാത്രമാണ്. ഒറിജിനൽ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ആ ഒറിജിനൽ വിപ്ലവം സുഖിക്കുന്നൊരു സംഭവമല്ല. ഈ അട്രാക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ സുഖത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് കുറച്ച് റിസ്ക് ഉള്ള, ഇടങ്ങേറുള്ള, ഇറങ്ങി പണിയെടുക്കേണ്ട ഒരു സംഭവമാണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റെവല്യൂഷൻ എന്താക്കൂല? നിങ്ങളുടെ മൗത്തിന് സെക്സ് അപ്പീലൊന്നും ഇത് കൊണ്ടുവരൂല. പിന്നെ ദ റെവല്യൂഷൻ വിൽ നോട്ട് ഗെറ്റ് റിഡ് ഓഫ് ദ നബ്സ്. ഇത് സംഭവം എന്ന് വെച്ചാൽ ആ സമയത്തെ പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ഒരു ചിന്താഗതിയും കൂടിയാണ് പറഞ്ഞത്. ആളുകളൊക്കെ നാട്ടിലെ പ്രധാന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ചുണ്ട് ചോപ്പിക്കുക, വെയിറ്റ് കുറക്കുക,
പിന്നെ മുഖത്തുള്ള ടാനുകൾ പോക്കുക, ഇങ്ങനത്തെ കുറേ ചിന്തയിലാണ്. യാഥാർത്ഥ്യങ്ങൾ എന്താകുന്നില്ല അവർക്കറിയില്ല. അല്ലെങ്കിൽ ഈ ടെലിവിഷനുകൾ എന്താക്കിയിട്ടുണ്ട്, ടി വി ഷോകൾ യാഥാർത്ഥ്യങ്ങളെ അവരിൽ നിന്ന് മറച്ചു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ അവർക്ക് എന്തോ അങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടെലിവിഷനിൽ കാണിക്കുന്ന ഈ സംഭവങ്ങളൊന്നും നല്ല യാഥാർത്ഥ്യങ്ങൾ, ഇതൊന്നുമല്ല റെവല്യൂഷന് എന്ന് പറയാനാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ലിപ്സ്റ്റിക്കിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കോസ്മെറ്റിക് സാധനങ്ങളെ കുറിച്ചാണ്. രണ്ടാമത് പറഞ്ഞത് നോക്ക്, ദ റെവല്യൂഷൻ വിൽ നോട്ട് ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. എന്തിനെ? നബ്സ് എന്നാൽ നമ്മൾ ഈ കുത്തുമ്പ് ചെറിയ പുള്ളികളൊക്കെ ഉണ്ടാവില്ലേ, ടാൻ സാധനങ്ങളൊക്കെ, അതിന് മുഴകളൊക്കെ, ചെറിയ ചെറിയ മുഴകൾ, അതൊന്നും ഉണ്ടാവില്ല. റെവല്യൂഷൻ നിങ്ങൾ ആ സാധനങ്ങളൊന്നും പോക്കി തരില്ല. അതായത് ബോഡി നല്ല അടിപൊളിയാക്കാനുള്ള ഒരു സാധനമല്ല റെവല്യൂഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ദ റെവല്യൂഷൻ വിൽ നോട്ട് മേക്ക് യു, റെവല്യൂഷൻ നിങ്ങൾ ആക്കൂല. എങ്ങനെ? ലുക്ക് 5 pound തിന്നർ, ഒരു 5 pound കുറക്കുന്ന ആളായിരിക്കൂല. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ 5 pound എന്ന് പറഞ്ഞാൽ ഏകദേശം 2.27 kg അത്ര ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് നമ്മളിങ്ങനെ പറയില്ലേ വെയിറ്റ് കുറക്കണോ, അതായത് നമ്മൾ ഡയറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, ആ സാധനങ്ങൾ, ഡയറ്റ് അതുമായി ബന്ധപ്പെട്ടൊരു സാധനമല്ല റെവല്യൂഷൻ. അതല്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ആ സമയത്ത് ആളുകൾ അതൊക്കെയാണ് ധരിച്ചു വെച്ചിരുന്നു എന്നാണ്. അതല്ലെങ്കിൽ അന്നത്തെ പ്രധാനപ്പെട്ട ട്രെൻഡുകളാണ് ഇതിലെന്താണെന്ന് മൂപ്പര് പറയണത്. അപ്പോൾ അങ്ങനത്തെ ഒരു വെയിറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വെയിറ്റ് കുറക്കാനുള്ള സാധനമല്ല. അപ്പോൾ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പല സാധനങ്ങളും നിങ്ങൾക്ക് എന്താവും ടി വിയിലൊക്കെ കാണും, അതല്ല ഈ സാധനം എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് വീണ്ടും പറയുകയാണത്, റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ് ബ്രദർ, ടെലിവിഷനിൽ ഈ സാധനം ഉണ്ടാവില്ല കേട്ടോ. അടുത്തത്, ദർ വിൽ ബി നോ പിക്ചർ ഓഫ് യു. പിന്നെ അവിടെ എന്തുണ്ടാവില്ല, ഈ റെവല്യൂഷനിൽ നിൻ്റെ പിക്ചർ ഉണ്ടാവില്ല, നിൻ്റെ ചിത്രങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ ആര് ചിത്രവും? വില്ലിമേ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ആ സമയത്ത് പ്രധാനപ്പെട്ടൊരു ബേസ്ബോൾ പ്ലെയറാണ്. പുഷിങ് ദാറ്റ് ഷോപ്പിംഗ് കാർട്ട്, പുഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തള്ളിക്കൊണ്ട്, ഷോപ്പിംഗ് കാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിങ്ങിൻ്റെ സാധനമുണ്ടല്ലോ, അതും തള്ളിക്കൊണ്ട് പോകുന്ന ഇങ്ങനെ ഡൗൺ ദ ബ്ലോക്ക് ഓൺ എ ഡെഡ് റൺ. അതായത് ആ സമയത്ത് റെവല്യൂഷനൊക്കെ ഇങ്ങനെ നാട്ടിൽ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ആളുകൾ ഈ സാധനം കൊണ്ട് നടക്കുന്ന പിക്ചറുകൾ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റില്ല, ഈ പിക്ചറൊന്നും ഉണ്ടാവില്ല, അവിടെ കാണിക്കൂല. പിന്നെ ഓർ ട്രൈങ് ടു സ്ലൈഡ് ദാറ്റ് കളർ ടി വി, ആ കളർ ടി വി തള്ളുക, എങ്ങോട്ടാണ് തള്ളണമെന്നറിയോ? ഇന്ത്യ സ്റ്റോളൻ ആംബുലൻസ്, ആ കട്ടെടുത്തൊരു ആംബുലൻസിലേക്ക് ഈ സാധനങ്ങൾ തല്ലൊന്നും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ആ സമയത്തെ പിന്നെ രണ്ട് വ്യാഖ്യാനം അവിടെ ഉണ്ട്. ഒന്ന്, അന്ന് പരക്കെ പ്രചരിപ്പിക്കപ്പെട്ടൊരു സംഭവമാണ് വിപ്ലവം എന്നുള്ള പേരിൽ പല ആളുകളും എന്താക്കും, നാട്ടിൽ അലമ്പുണ്ടാക്കും. എന്നിട്ട് എന്താ ചെയ്യുക വെച്ചാൽ കുറേ പിന്നെ മുതലാളിമാരായ ആൾക്കാരുടെ സാധനങ്ങൾ ഇവരെന്താവും രഹസ്യമായിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോകും. അതിനുള്ള പണിയാണെന്ത്? വിപ്ലവം. അപ്പം വിപ്ലവം എന്ന് പറയുമ്പോൾ ആൾക്കാരെ മനസ്സിൽ എന്താണ് ഓർമ്മ വരിക? കുറേ ആൾക്കാർ സാധനം അടിച്ച് മാറ്റി കൊണ്ടുപോകുന്ന കഥയാണ്. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് എന്താക്കിയതാണ്? ഇല്ലാതാക്കുകയാണ് അവിടെ ചെയ്തത്. വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്തല്ല, അങ്ങനെ ഈ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവന് വേണ്ടി ഓടുന്നൊരു സാധനമാണ്, ജീവൻ നിലനിർത്താൻ വേണ്ടി ഓടുന്നൊരു സാധനമാണ് ആംബുലൻസ്. ആ ആംബുലൻസിൽ പോലും എന്ത് കയറ്റാണ്? ടി വിനെ കയറ്റാണ്. അപ്പോൾ ഒന്ന് അങ്ങനെ വ്യാഖ്യാനമാണ്. ആ ഒരു ചിന്താഗതി അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു ചിന്താഗതിയാണ് വിപ്ലവം എന്ന് പറയുമ്പോൾ കുറേ സാധനങ്ങൾ അടിച്ചു മാറ്റാനുള്ളൊരു അവസരമാണെന്നുള്ളത്. അപ്പോൾ അതിനല്ലാതാക്കിയതാണ്. വേറൊന്ന്, ആ സമയത്തെ കൺസ്യൂമറിസം, അതായത് മനുഷ്യൻ അത്ര ഒരു ഉപഭോക്തൃ സമൂഹം ആയിരുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. മരണപ്പാച്ചിൽ പായുന്ന സമയത്തും കളർ ടി വി അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ കുടുങ്ങുന്ന സമയത്ത് അഭയാർത്ഥികളായി നാട് വിട്ട് ഓടേണ്ട ഒരു സമൂഹം, ആ സമയത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ടി വി എങ്കിലും എടുക്കാനുള്ള, ആ ടി വി എന്ന് പറഞ്ഞ സാധനം എന്താ? നമ്മളെ മയക്കി കിടത്തുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ കൺസ്യൂമറിസത്തിനുള്ള അഡിക്റ്റ് കാണിക്കാനാണ്. അങ്ങനെ വേണമെങ്കിലും എന്താക്കാം, നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇതൊന്നും റെവല്യൂഷനിൽ എന്തല്ല സീനുകളെ അല്ല. ഇനി അടുത്ത് നോക്കുക, NBC വിൽ നോട്ട് ബി ഏബിൾ ടു പ്രഡിക്റ്റ്. NBC എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്റർ, അങ്ങനെ എന്തോ ഉണ്ടോ, പ്രധാനപ്പെട്ട ടി വിയാണ്, ഇപ്പോൾ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. വിൽ നോട്ട് ബി ഏബിൾ ടു പ്രഡിക്റ്റ് ചെയ്യൂല. എന്ത് പ്രഡിക്റ്റ് ചെയ്യണമെന്നറിയോ? പ്രവചിക്കുക, അതാണ് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ. വിന്നർ അറ്റ് 8:32 ഓൺ റിപ്പോർട്ട് ഫ്രം 29 ഡിസ്ട്രിക്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ഇതാ നാളെ രാത്രി 8:30 മണിക്ക്, കൃത്യം 8:30 മണിക്ക് വോട്ടെണ്ണി തുടങ്ങും, 29 സംസ്ഥാനത്തും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ നിങ്ങളെ അങ്ങനെ പറയില്ലേ. ആ ഒരു സംഭവം വിപ്ലവത്തിലുണ്ടാവില്ല. ഓക്കെ, വിപ്ലവത്തിൽ എന്താവില്ല, വിന്നറെ പ്രഖ്യാപിക്കുന്ന പരിപാടി, എല്ലാ സ്ഥലത്തുനിന്നും ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടാകില്ല. കാരണം വിപ്ലവം എന്ന് പറഞ്ഞാൽ ഇറങ്ങി പണിയെടുക്കേണ്ട താഴെക്കടയുള്ള ആളുകൾ ചെയ്യുന്ന ആ രൂപത്തിലാണ് ഇതിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ മേലെ കടയിലുള്ള ആൾക്കാരുടെ കയ്യിലാണ് എന്തുണ്ടാവുക, അതായത് സാമ്പത്തികമായിട്ട് ഉയർന്ന ആൾക്കാരുടെ കയ്യിലാണ്
ചാനലുകളും പരസ്യങ്ങളും ഒക്കെ ഉണ്ടാകുക. റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരുതായിരിക്കും? പ്രശ്നങ്ങൾ മീൻസ് പിന്നെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട അവസ്ഥ ആർക്കാണ് ഉണ്ടാവില്ല? താഴെ കടലുള്ള ആളുകൾക്കാണ്. അപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, അവിടെ കാണിക്കൂല. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ മീഡിയക്കാരോ ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. പിന്നെ അടുത്ത പറഞ്ഞ ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. പോട്ടെ. നെക്സ്റ്റ്, ദർ വിൽ ബി നോ പിക്ചേഴ്സ് ഓഫ് പിഗ്സ്. പിഗ് എന്ന് പറഞ്ഞാൽ പോലീസിനെ കേട്ടോ, പന്നികൾ എന്ന് പറയില്ല, ആ അർത്ഥത്തിലാണ്. ഇപ്പോൾ അന്ന് ബ്ലാക്ക് പീപ്പിൾ പോലീസിനെ ഉപയോഗിച്ചിരുന്ന പ്രയോഗമാണ് പിഗ് എന്നുള്ളത്. അപ്പോൾ ദർ വിൽ നോട്ട് ബി പിക്ചേഴ്സ് ഓഫ് പിഗ്. ആ പോലീസുകാരെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റൂല, പിക്ചറുകൾ ഉണ്ടാവില്ല. എങ്ങനെയാണെന്നറിയോ? ഷൂട്ടിംഗ് ഡൗൺ, വെടിവെച്ചിടുന്നത്. ഓൺ ദ ബ്രദേഴ്സിനെ, സഹോദരങ്ങളെ വെടിവെച്ചിടുന്നത്. ഓൺ ദ ഇൻസ്റ്റൻറ്റ് റീപ്ലൈ. എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ റീപ്ലൈ ആക്കുന്ന പരിപാടി ഉണ്ടാവില്ല. എന്താ പറഞ്ഞു വെച്ചാൽ റവല്യൂഷൻ്റെ സമയത്ത് പല ആക്രമണങ്ങളും അതുപോലെ തന്നെ ധീര രക്തസാക്ഷികളൊക്കെ ആ സമയത്തുണ്ടാവും. അപ്പോൾ അധികാരികളെന്താവും ഈ റവല്യൂഷൻ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ അടിച്ചമർത്തുമ്പോൾ പല ആളുകളെന്താവും മരിക്കും. അതാണ് ഷൂട്ടിംഗ് ഡൗൺ എന്ന് പറഞ്ഞത്. ഷൂട്ട് ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഒരാളെ ഷൂട്ട് ചെയ്തിടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രശ്നം തന്നെയല്ലേ. അപ്പോൾ കളിയിലൊക്കെ നിങ്ങൾ സാധാരണ ആലോചിച്ചാൽ നമുക്കറിയാം, എന്തെങ്കിലും ഒന്ന് നല്ല ഒരു വിക്കറ്റ് പോയി, അതല്ലെങ്കിൽ ഒരു ഗോൾ ഇട്ടാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് തൊട്ടപ്പുറത്ത് തന്നെ റീപ്ലേ കാണിക്കും, സ്ലോ മോഷനിൽ ഇങ്ങനെ കാണിക്കും. എന്നാൽ റവല്യൂഷനെ കുറിച്ച് അങ്ങനെ സാധനങ്ങൾ പ്രതീക്ഷിക്കണ്ട, അങ്ങനെ സാധനം ഉണ്ടാവില്ല എന്നർത്ഥം. അടുത്തത്, ദർ വിൽ ബി നോ പിക്ചേഴ്സ് ഉണ്ടാവല്ലോ ഓഫ് പിഗ്, പന്നികളെ ഷൂട്ടിംഗ് ഡൗണിൻ്റെ പ്രദേശങ്ങൾ ഷൂട്ട് ചെയ്ത് വിടുക. എന്നിട്ട് ഇൻസ്റ്റൻറ്റ് റീപ്ലേ ഒന്നും എന്താക്കണം, നിങ്ങളവിടെ പ്രതീക്ഷിക്കണ്ട. പിന്നെ ദർ വിൽ നോ പിക്ചേഴ്സ് ഓഫ് വിറ്റ്നി യങ് വെച്ചാൽ ആ നാട്ടിൽ അന്ന് അവിടെ ഉണ്ടായിരുന്നത്, അതായത് NIAS എന്ന് പറഞ്ഞ നാഷണൽ ഒരു സാധനമാണ്. ഓക്കെ, അതിൻ്റെ ഒരു നേതാവായിട്ട്, സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു നേതാവാണ് മൂപ്പരെ ഫോട്ടോ ഉണ്ടാവില്ല. എങ്ങനെയാണെന്നറിയോ? റൺ ഔട്ട് ഓൺ എ റെയിൽ. ഈ റൺ ഔട്ട് ഓഫ് റെയിൽ എന്ന് പറഞ്ഞാൽ ഓൺ എ റെയിൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്, ഇഡിയംസാണ്. അതായത് അപമാനിച്ചിറക്കി വിടുന്നതിന് നമ്മൾ പറയുന്ന ഒരു സാധനമാണ്. ഹാർലേം എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹാർലേം സാങ്ച്വറി എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഹാർലേം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അപമാനിച്ച് ഇറക്കി വിടുന്നത് നിങ്ങൾക്ക് എന്താവില്ല, കാണിക്കൂല. വിത്ത് എ ബ്രാൻഡ് ന്യൂ പ്രോസസ്സ്, പുതിയ ഒരു സ്റ്റൈലോട് കൂടെ, പുതിയ ഒരു പ്രക്രിയയോട് കൂടെ. ഇതെന്താ സംഭവം എന്നറിയാം? പുതിയ പ്രക്രിയ എന്നിവിടെ ഉദ്ദേശിക്കണത്, ആ സമയത്ത് കറുത്തവർഗ്ഗക്കാർക്കാണല്ലോ അന്ന് ഈ പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അവരവരുടെ ഐഡൻറ്റിറ്റി മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ചുരുളമുടിയാണ് മൊത്തത്തിൽ ആഫ്രിക്കൻസിന് ഉണ്ടാകുക. ആഫ്രിക്കൻസിന് മൊത്തത്തിൽ ചുരുളമുടിയാണല്ലോ. അപ്പോൾ ആ ചുരുളമുടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത കെമിക്കലൊക്കെ ഇട്ടാട്ട് അതിങ്ങനെ സ്ട്രൈറ്റൻ ചെയ്തായിട്ട് സ്ട്രൈറ്റ് ചെയ്ത് നടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഐഡൻറ്റിറ്റി, ഞങ്ങൾ കറുത്തവർഗ്ഗക്കാരാണെന്നുള്ള ഐഡൻറ്റിറ്റി മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഐഡൻറ്റിറ്റി മറച്ചു വെക്കുന്ന ആ സാധനം എന്താക്കാൻ പറ്റൂല എന്നോ, നിങ്ങൾക്ക് ടെലിവിഷനിൽ കാണാൻ വേണ്ടി പറ്റൂല. അങ്ങനത്തെ ആളുകളുടെ പിക്ചറുകളും കാണാൻ പറ്റൂല. ഇവിടുത്തെ വേറെ സന്ദേശം കൂടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, വിപ്ലവ നായകന്മാരാണെന്ന് പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ എന്താവുന്നു, TV വിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ മെയിനാവും എന്നർത്ഥം. ഒരു മെയിനുദ്ദീൻ്റെ കളി ഉണ്ടാവും. അപ്പം അല്ല, അവരൊന്നും എന്തല്ല, നേതാക്കന്മാരല്ല. യഥാർത്ഥ വിപ്ലവം നടക്കുന്നത് സാധാ ജനങ്ങൾക്കിടയിലാണ് എന്നറിയിക്കാനാണ് മൂപ്പരെന്താവുന്നത് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത നോക്കാം. ദർ വിൽ ബി നോ സ്ലോ മോഷൻ ഓർ സ്റ്റിൽ ലൈഫ്സ് ഓഫ് റോയ് വിക്കിൻസ് സ്ട്രോളിംഗ് ത്രൂ വാട്ട് in red, black and green liberation jumpsuit that he has been saving for the proper occasion. അടുത്ത അടിയാണ് എന്ന് വെച്ചാൽ, ദർ വിൽ ബി നോ സ്ലോ മോഷനിൽ ഇങ്ങനെ കാണിക്കില്ല. സാധാരണ എന്താ ഉണ്ടായാൽ, ഈ നായകന്മാരൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ കാണിക്കുമല്ലോ, അതേമാതിരി സ്ലോ മോഷനിൽ കാണിക്കുന്ന ആ സാധനമൊന്നും അല്ല വിപ്ലവം എന്ന് പറഞ്ഞാൽ. അതാരാണെന്നറിയോ? ഓർ സ്റ്റിൽ ലൈഫ്സ് ഓഫ് റോയ് വിക്കിൻസ് ആ നാട്ടിലെ പ്രധാനപ്പെട്ടൊരു നേതാവാണ്, ഈ സിവിൽ റൈറ്റിലൊക്കെ പങ്കെടുത്തൊരു നേതാവാണ്. അപ്പം മൂപ്പരെങ്ങനെ കാണിക്കുകയാണ്. എങ്ങനെ കാണിക്കണമെന്ന് അറിയോ? സ്ട്രോളിങ്, മൂപ്പരിങ്ങനെ പോണത് ത്രൂ വാട്സ് എന്ന അമേരിക്കയിലെ സ്ഥലം, അതായത് വലിയ വലിയ കലാപങ്ങളൊക്കെ നടന്നൊരു ചരിത്രഭൂമിയാണ്. അതിലൂടെ അങ്ങനെ പോവുകയാണ്. എങ്ങനെ പോകണമെന്നറിയോ? ഇൻ എ റെഡ്, ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ലിബറേഷൻ ജംപ് സ്യൂട്ട്. ഈ റെഡും അതുപോലെ തന്നെ ഗ്രീനും ബ്ലാക്കും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കളറുള്ള ഒരു സ്യൂട്ടൊക്കെ ധരിച്ചായിട്ട് മൂപ്പരെന്താവുകയാണ്, ഇങ്ങനെ പോവുകയാണ്. ഈ സാധനം ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഈ ഡ്രസ്സ്, അത് ഹി ഹാസ് ബീൻ സേവിങ്, കുറേ കാലമായിട്ട് മൂപ്പരിങ്ങനെ സേവ് ചെയ്ത് വെച്ചതാണ്, സൂക്ഷിച്ചു വെച്ചാൽ. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? എന്തിനു വേണ്ടി മൂപ്പര് സേവ് വെച്ചത്? ഫോർ ദ പ്രോപ്പർ ഒക്കേഷൻ. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട്, ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ അവസരം.
നല്ലൊരു അവസരം കിട്ടാൻ വേണ്ടി ഇതൊക്കെ മുൻകൂട്ടി തയ്യാറാക്കി ഇങ്ങനെ വെച്ചൊരാൾ മൂപ്പരെന്താവുകയാണ് ഇങ്ങനെ ഇതിലൂടെ വാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകണം. അപ്പം ഉണ്ടാവില്ലേ ഈ എന്താ ദുരന്തബാധിതമേറ്റ സ്ഥലത്ത് കൂടെ എന്താവുകയാണ് ഇയാൾ പോണ കഥ പറയണം. അതല്ലെങ്കിൽ കലാപം നടന്ന ഭൂമിയിലൂടെ നേതാവ് എന്താവുകയാണ് ഇങ്ങനെ വളരെ വികാരഭരിതനായി ഇങ്ങനെ നടന്നു പോകണം. ഇങ്ങനെയൊക്കെ നമ്മൾ ടി വി കാണിക്കാറില്ലേ. ഇയാൾ പറയണം അതൊന്നും വിപ്ലവമല്ല, അതൊന്നും യഥാർത്ഥ വിപ്ലവമല്ല. ഓലൊക്കെ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടാൻ വേണ്ടി മുതലെടുക്കാൻ വേണ്ടി കാലങ്ങളായിട്ട് അവസരം കാത്തിരിക്കുന്ന ആളുകളാണ്. അതൊന്നും എന്തല്ല യഥാർത്ഥ വിപ്ലവമല്ല എന്ന് പറയാനാണ് ഇയാൾ അത്രയും എന്താക്കിയത് കൊണ്ടുവന്നത്. ഇനി അടുത്ത നോക്കുക, ഗ്രീൻ ആക്രസ്, ബെവർലി ഹിൽബിൽസ് ആൻഡ് ഹൂട്ടർവിൽ ജംഗ്ഷൻ വിൽ നോ ലോങ്ങർ ദി സോ ഡാം റെലവൻറ്റ്. ഇതൊക്കെ ആ സമയത്തെ എന്താണ് പ്രധാനപ്പെട്ട പരിപാടികളോ അല്ലെങ്കിൽ ആളുകളൊക്കെ ആയിരിക്കട്ടോ. ഇവരൊന്നും എന്തായിരിക്കില്ല എന്ന് പറയുമോ, നോ ലോങ്ങർ ബി സോ ഡാം. ഇവരൊന്നും ആ സമയത്ത് റെലവൻ്റ് ആയിരിക്കില്ല. റെലവൻ്റ് എന്ന് പറഞ്ഞാൽ പ്രസക്തമായിരിക്കില്ല. വിപ്ലവം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊന്നും എന്താവില്ല, അതല്ലെങ്കിൽ ഈ ആളുകൾ മൈൻഡ് ആക്കില്ല. ഇതൊക്കെ ടി വി ഷോകളാണ് നടത്തുന്നത്. ഈ ടി വി ഷോ ഒന്നും എന്തല്ല ആളുകൾക്കൊരു റെലവൻ്റ് ഒരു പിന്നെന്താ ഡാം റെലവൻ്റ് എന്ന് പറഞ്ഞാൽ അത്ര പ്രസക്തമായിരിക്കില്ല. നോ ലോങ്ങർ എന്ന് പറഞ്ഞാൽ ആയിരിക്കില്ല എന്നുള്ള അർത്ഥം കേട്ടോ. ഡാമിന് റെലവൻ്റ് ആ സമയത്ത് പ്രസക്തമായിരിക്കില്ല. പിന്നെ ആൻഡ് വിമൺ വിൽ നോട്ട് കെയർ, പെണ്ണുങ്ങൾ നോക്കുന്നല്ല എന്ത്, ഇഫ് ഡിക്ക് ഫൈനലി ഗോട്ട് ഡൗൺ വിത്ത് ജേൺ ഓൺ സെർച്ച് ഫോർ ടുമോറോ. സെർച്ച് ഫോർ ടുമോറോ എന്നുള്ളത് ഒരു ടി വി ഷോ ആണ്. ആ ടി വി ഷോയിൽ ഡിക്കിന് ജയണിനെ കിട്ടിയിട്ടുണ്ടോ എന്ന് അവരെന്താവില്ല നോക്കൂല. അപ്പം അതിമൊന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ സമയത്ത് എന്താകാണ്, പകൽ സമയത്ത് പോലും സീരിയലുകൾ കൊടുത്തായിട്ട് ജനങ്ങളെ എന്താക്കിയതാണ് മയക്കി യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ആര് ചെയ്യണത്, ടി വി ഷോകളൊക്കെ ചെയ്യണത്. ഇയാൾ പറയാണ് റവല്യൂഷൻ അങ്ങോട്ട് വന്നാൽ, വിപ്ലവം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഡിക്കിന് ജയണിന് കിട്ടിയണോ ഇല്ലേ അതൊന്നും ആൾക്കാരെന്താവില്ല നോക്കുക പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. ബിക്കോസ് കാരണം എന്താണെന്നറിയോ, നോക്കുക പോലും ഇല്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ, ബ്ലാക്ക് പീപ്പിൾ വിൽ ബി ഇൻ ദ സ്ട്രീറ്റ്. ആ സമയത്ത് കറുത്ത വർഗ്ഗക്കാർ തെരുവിലായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്, ലുക്കിംഗ് ഫോർ എ ബ്രൈറ്റർ ഡേ, നല്ല ഒരു പിന്നെന്താ സുപ്രഭാതത്തിന് വേണ്ടിയിട്ട്. ബ്രൈറ്റർ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആയിട്ടുള്ള തിളങ്ങുന്ന ഒരു. അപ്പോൾ നിലവിലെന്താണ് ഇവരൊക്കെ മയക്കി കടത്തിക്കാനൊക്കെയാണ് ഇവരെല്ലാം മറ്റുള്ള ആളുകൾ. ഇതൊക്കെ കണ്ട് വന്നു കഴിഞ്ഞാൽ റവല്യൂഷൻ കണ്ട് പൊട്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഉണ്ടാവില്ല, ആൾക്കാർ നോക്കൂല എന്നർത്ഥം. പിന്നെ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പറയാണ് ദ റവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്, ടെലിവിഷനിൽ അത് ഉണ്ടാവില്ല കേട്ടോ എന്നാണ് പറഞ്ഞത്. ഇനി ദർ വിൽ ബി നോ ഹൈലൈറ്റ് ഓൺ ദ 11 o'clock ന്യൂസ്. നമ്മളുണ്ടല്ലോ 10 മണി വാർത്ത എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അതേമാതിരി 11 മണി വാർത്തയിൽ എന്തുണ്ടാവില്ല, ഈ പറഞ്ഞ റവല്യൂഷൻ ഇവിടെ എത്തി ഇതൊക്കെ ബാക്കിയുണ്ട് ഉണ്ടാവില്ല. ന്യൂസിൽ നിങ്ങൾക്ക് ആ സാധനം കാണാൻ പറ്റില്ല. പിന്നെ നോ പിക്ചേഴ്സ് ഓഫ് ഹെയറി ആംഡ് വിമൺ ലിബറേഷനിസ്റ്റ്. നിങ്ങൾക്ക് ആരെ ചിത്രം കാണാൻ പറ്റില്ല, ഹെയറി എന്ന് പറഞ്ഞാൽ എന്താ, മുടിയുള്ള ആംഡ് വിമൺ എന്ന് പറഞ്ഞാൽ ആയുധധാരിയായ ഒരു പെണ്ണ്, ആയുധമൊക്കെ കൈവച്ചിട്ട് വിപ്ലവത്തിനുള്ള ഒരു പെണ്ണ്, ലിബറേഷൻസിൻ്റെ വിപ്ലവകാരി. അപ്പം രോമുള്ള ഒരു വിപ്ലവകാരിയെ, അതല്ലെങ്കിൽ രോമുള്ള ആയുധമേന്തിയ ഒരു വിപ്ലവകാരിനെ ആ സമയത്ത് നിങ്ങൾക്ക് ടി വിയിൽ കാണാൻ വേണ്ടി പറ്റില്ല. അതിമൊരു ചെറിയ പ്രശ്നമുണ്ട്. സാധാരണഗതിയിൽ രോമം സ്ത്രൈണത ഇത് രണ്ടും ഓപ്പോസിറ്റ് സാധനമാണ്. ഓക്കെ, സ്ത്രീകൾക്ക് മൊത്തത്തിൽ എന്താണ് ഈ ഹെയറുകൾ കുറവാണെന്നാണ് നമ്മൾ പറയാം. പക്ഷേ ഇവിടെ കണ്ടോ ഹെയറി എന്ന് മുമ്പ് പ്രത്യേകം എടുത്ത് പ്രയോഗിച്ചാൽ എന്താണെന്ന് വെച്ചാൽ, സാധാരണ ടി വിയിൽ ഉണ്ടാകുന്ന ചർച്ചകൾ എന്താ, ഒരു ആയുധമേന്തി ലിബറേഷനും വേണ്ടിയിട്ട് പൊരുതുന്ന ഒരു സ്ത്രീയെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആ സ്ത്രീയുടെ രോമത്തുമലേക്കാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ മനഃപൂർവ്വം എന്താവുകയാണ്, ആ ഫോക്കസ് ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള പരിപാടിയാണ് നമ്മൾ മീഡിയകളൊക്കെ എന്താകുക ശ്രമിക്കുക. അതിനാണ് മൂപ്പർ എന്താക്കിയത് ഈ സാധനം ഇവിടെ കൊണ്ടുവന്നത്. ആ സമയത്ത് രോമമുള്ള ആയുധമേന്തിയ സ്ത്രീയുടെ ഫോട്ടോകൾ എന്താവില്ല അവിടെ കാണൂല. ഓക്കെ, പിന്നെ ആൻഡ് ജാക്കി ഒനാസിസ് ബ്ലോയിങ് ഹെർ നോസ്. അത് വേറെ ഒന്നാണ്. അതായത് നമ്മുടെ നാട്ടിൽ കണ്ടാലേ സാധാരണ മുഖ്യമന്ത്രിക്ക് ഇഷ്ടം എന്താണ്, രാവിലെ എന്നും ഇഡലിയോടാണ്. മുഖ്യമന്ത്രിക്ക് ഇഡലി ഇഷ്ടപ്പെടട്ടെ, നമുക്ക് വിഷയമല്ലല്ലോ. വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന ചെറിയ നിസ്സാര കാര്യത്തെപ്പോലും സംഭവമാക്കി കാണാം. ആളുകൾക്കിടയിൽ സാധാരണക്കാരെ പോലെ നടന്നു പോകുന്ന നടനെ നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കാണയില്ലേ. യെസ്, അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. അപ്പം അവിടുത്തെ വലിയൊരാളാണ് ഈ ജാക്കി ഒനാസിസ്. പിന്നെ കെന്നഡിൻ്റെ എന്തൊരു ബന്ധമുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, പോട്ടെ, എനിക്കറിയില്ല. ബ്ലോയിങ് ഹെർ നോസ് എന്ന് പറഞ്ഞാൽ മൂക്ക് ചീറ്റാന്ന് അർത്ഥം. ഈ മൂക്ക് ചീറ്റുന്ന ചിത്രം ഉണ്ടാവില്ല ആ സമയത്ത് ടി വിയിൽ ഉണ്ടാവില്ല. അപ്പോൾ അല്ലാത്ത സമയത്ത് ടി വിക്കാർക്ക് എന്താണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ആൾക്കാരുടെ ഇടയിൽ
വലിയ ആൾക്കാരെ ഒരു ഇമ്പോർട്ടൻറ്റും ഇല്ലാത്ത സാധനങ്ങളൊക്കെ എന്താക്കുക ആൾക്കാരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് മാക്കി കടത്തുക. എന്നാൽ വിപ്ലവം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അടുത്തത് ദ തീം സോങ് വിൽ നോട്ട് ബി, അതായത് ഈ വിപ്ലവത്തിൻ്റെ തീം സോങ് ആട്ടോ, അത് വിൽ നോട്ട് ബി റിട്ടൺ ബൈ, അത് എഴുതിയത് ജിം വെബോ അതല്ലെങ്കിൽ ഫ്രാൻസിസ് സ്കോട്ടോ ആയിരിക്കില്ല. പിന്നെ നോർ സങ്, അത് പാടിയതും ആരായിരിക്കില്ല, നോർ എന്ന് പറഞ്ഞാൽ ആയിരിക്കില്ല എന്നുള്ള അർത്ഥം കേട്ടോ, അതും ആയിരിക്കില്ല എന്നുള്ള അർത്ഥമാണ്. നോർ സങ് ബൈ ഗ്ലെൻ ക്യാമ്പലോ അതല്ലെങ്കിൽ ടോം ജോണോ അതല്ലെങ്കിൽ ജോണി കാഷോ, ഇവരൊന്നും അല്ലെങ്കിൽ ഈ ടീമൊന്നും ആയിരിക്കില്ല ഈ പാട്ട്, ഈ റവല്യൂഷൻ്റെ ഈ പാട്ട് പാടുന്നതും ഇത് ഉണ്ടാക്കുന്നതും ഈ പറഞ്ഞ നമ്മൾ നേതാക്കന്മാരെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. ഓക്കെ, അതായത് യഥാർത്ഥ വിപ്ലവം സാധാരണക്കാർക്കിടയിലാണ് എന്നാണ് പറയുന്നത്. അടുത്തത് റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്, ടെലിവിഷനിൽ ഉണ്ടാവില്ല കേട്ടോ. ഇനി ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി റൈറ്റ് ബാക്ക് ആഫ്റ്റർ എ മെസ്സേജ് അബൌട്ട് എ വൈറ്റ് ടൊർണാഡോ, വൈറ്റ് ലൈറ്റനിങ് ഓർ വൈറ്റ് പീപ്പിൾ. അതായത് ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി റൈറ്റ് ബാക്ക്, ഒറ്റയടിക്ക് ഉണ്ടാകുന്നൊരു സാധനമല്ല എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് തിരിച്ചു വരുന്ന സാധനമല്ല. ഏതുപോലെ ആഫ്റ്റർ എ മെസ്സേജ്, ഒരു മെസ്സേജിന് ശേഷം, അബൌട്ട് എ വൈറ്റ് ടൊറാഡോ, അതായത് ആ സമയത്ത് ഒരു അജാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലീനർ, നമ്മൾ ഇന്നത്തെ ഹാർപ്പിക്കൊക്കെ പോലത്തെ മനസ്സിലാക്കിയാൽ മതി. ആ ഒരു ക്ലീനർ അത് ഇട്ട് കഴിഞ്ഞാൽ എന്താവും, നന്നായിട്ട് ഇങ്ങോട്ട് പൊളുക്കും. അപ്പം അതുപോലെ ഒറ്റയടിക്ക് ഇങ്ങോട്ട് കിട്ടുന്ന സാധനമല്ല എന്ത് ഈ പിന്നെ വിപ്ലവം എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഈ അജാക്സ് എന്നുള്ള ഇവരെ പിന്നെ പരസ്യത്തിൻ്റെ മോട്ടമാണ് എന്ത് വൈറ്റ് ടൊറനാഡോ എന്ന് പറഞ്ഞത്. അതായത് വെള്ളക്കൊടുങ്കാറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു വെള്ളക്കൊടുങ്കാറ്റിന് ശേഷം കിട്ടുന്നൊരു സാധനമല്ല വിപ്ലവം എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ആ കമ്പനീൻ്റെ പരസ്യമാണ് എന്താക്കിയത് ഇവിടെ പരിഹസിച്ചത്. അടുത്ത നോക്ക്, വൈറ്റ് ലൈറ്റനിങ്, അത് ആ നാട്ടിലെ ആ സമയത്തുള്ള പ്രധാനപ്പെട്ട ഒരു ലിക്കറാണ്, ഒരു മദ്യമാണ്. ഓക്കെ, അപ്പം ആളുകളൊക്കെ എന്താണ് മയങ്ങിക്കിടക്കുകയാണെന്നുള്ളത് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മയങ്ങിക്കിടന്നാൽ കിട്ടുന്നൊരു സാധനമല്ല റെവല്യൂഷൻ എന്ന് പറഞ്ഞ സാധനം. പിന്നെ വൈറ്റ് പീപ്പിൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് പത്രങ്ങളിലും അതുപോലെ തന്നെ ടി വികളിലൊക്കെ ആരെ മാത്രമാണ് കാര്യമായിട്ട് പിന്നെ ഈ സംപ്രേഷണം ചെയ്തിരുന്നത്, വെള്ളക്കാരെ മാത്രമാണ്. ഇനി ലൈറ്റനിങ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ, ഇടിമിന്നൽ എന്നല്ലേ. ഇടിമിന്നൽ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് വന്ന് പോകുന്ന സാധനമല്ലേ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സാധനമല്ല ഈ വിപ്ലവം എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് വിമർശിക്കാൻ വേണ്ടിയിട്ട് എന്താക്കിയതാണ് മൂപ്പർ ആ സമയത്തുള്ള അന്നത്തെ അവിടുത്തെ കോർപ്പറേറ്റുകളുടെ ചില പരസ്യവാചകങ്ങൾ എന്താക്കിയാണ് ഉള്ളിലൂടെ സൂചിപ്പിച്ചെടുത്തതാണ്. വീണ്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത്, യു വിൽ നോട്ട് ഹാവ് വെറി, ബേജാറാവണ്ട, അബൌട്ട് എന്തിനെക്കുറിച്ചെന്നറിയോ, ഡോവ് ഇൻ യുവർ ബെഡ്റൂം, അതായത് നിങ്ങളുടെ ബെഡ്റൂമിൽ ഒരു ഡോവ് പോലും ഇല്ലേ, അങ്ങനത്തെ ഓരോ ചോദ്യങ്ങളുണ്ടാവില്ലേ. നിങ്ങളുടെ ബെഡ്റൂമിൽ ഈ സാധനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം നഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പരസ്യങ്ങൾ. അപ്പോൾ ഡോവ് എന്ന് പറഞ്ഞ സോപ്പിൻ്റെ ഒരു പരസ്യമാണ് എന്താക്കിയത് അവിടെ മൂപ്പര് പരിഹരിച്ചത്. അടുത്ത നോക്ക്, ദ ടൈഗർ ഇൻ യുവർ ടാങ്ക്, ഇത് ആ സമയത്തുള്ള SO പെട്രോളിയം, ആ സമയത്താണെന്ന് അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ, എന്തോ SX ആണെന്ന് വെച്ചാണ്. SO പെട്രോളിയത്തിൻ്റെ പരസ്യമാണ്. ഈ പെട്രോളിയം അടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്ന നിങ്ങളുടെ ടാങ്കിൽ ടൈഗർ ഉള്ള മാതിരിയാണ്. അപ്പോൾ ആ ടൈഗറാണ് പിന്നെ നിങ്ങൾ എന്താക്കണത് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ആ ടൈഗർ എന്ന് പറഞ്ഞാൽ അത്രയും എന്താണ് ഇതുള്ള സാധനമല്ലേ, പവറുള്ള സാധനമല്ലേ. അപ്പോൾ ആ പരസ്യത്തിനെയാണ് എന്താക്കിയത് അടുത്തത് മൂപ്പര് തോണ്ടിയത്. അടുത്തത് ഓർ ദ ജയാൻറ്റ് ഇൻ യുവർ ടോയ്ലറ്റ് ബോൾ, അതായത് ഞാൻ എന്താണ് ഒരു അദൃശ്യജീവി എന്നല്ല, ഒരു ഭീകര രൂപം. ഓക്കെ, എവിടെ ഇൻ യുവർ ടോയ്ലറ്റ് ബൗൾ, ടോയ്ലറ്റിൻ്റെ ആ ബൗളിൽ, അതായത് അതെന്താണ് ആ സമയത്തുള്ള ഒരു ഏതൊരു പരസ്യം, ടൈഡ് ബോൾ ഒരു കമ്പനീൻ്റെ പേരാട്ടോ, അവരുടെ പരസ്യത്തിലുള്ള സാധനമാണ്. ടോയ്ലറ്റ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഒരു വലിയൊരു ഭൂതം പോലത്തെ സാധനം അത് മൊത്തം കിട്ടുണ്ടാവും കഴുകും. അപ്പോൾ ഇതൊരു പരസ്യമാണ്. നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനത്തെ ചില പരസ്യങ്ങൾ എന്തുണ്ട് ഇപ്പം ഉണ്ട്. ഓക്കെ, നമ്മൾ കണ്ടില്ലേ, ടോയ്ലറ്റിലേക്ക് സാധനം ഒഴിച്ചു കൊടുത്താൽ ഒരു ഭൂതം ഒരു പ്രേതം പോലത്തെ സാധനം ഒന്നായിട്ട് കഴിക്കണത്, ഇതേ സംഭവം. ഇതിനെന്താക്കിയതാണ് മൂപ്പര് വിമർശിച്ചതാണ്. അപ്പോൾ പറഞ്ഞാൽ നിങ്ങളെ ബെഡ്റൂമിൽ ഡോവില്ലാത്തതിനെ കുറിച്ച്, പിന്നെ ടാങ്കിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഒരു ടൈഗർ ഇല്ലാത്തതിനെക്കുറിച്ച്, പിന്നെ അതല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഇങ്ങനത്തെ വലിയൊരു രൂപം അതില്ലാത്തതിനെക്കുറിച്ചൊന്നും എന്താവണ്ട, നിങ്ങൾ ബേജാറാവണ്ട. പറഞ്ഞതെന്ന് വെച്ചാൽ അതൊന്നല്ല വിപ്ലവമല്ല എന്നർത്ഥം. ഓക്കെ, ഇതൊക്കെ എന്താണ് കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന ലോകമാണ്, യഥാർത്ഥ ലോകം അതല്ല എന്ന്. പിന്നെ വിപ്ലവം വന്നു കഴിഞ്ഞാൽ, വിപ്ലവം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊന്നും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല, നിങ്ങളതൊന്നും ശ്രദ്ധിക്കലുണ്ടാവില്ല എന്നുകൂടിയാണ് ഇവർ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ കൺസ്യൂമറിസത്തെയും പിന്നെ പരസ്യത്തിലൂടെ ജനങ്ങളെന്താക്കി മഴയ്ക്ക് കടത്തുന്ന ടി വികളുടെ
മീഡിയക്കാരുടെ ഈ സ്വഭാവത്തെയാണ് മൂപ്പർ എന്താണ് അതിലൂടെ വിമർശിക്കുന്നത്. അടുത്ത നോക്ക്, ദ റെവല്യൂഷൻ വിൽ നോട്ട് ഗോ ബെറ്റർ വിത്ത് കോക്ക്. കോക്ക് എന്ന് പറഞ്ഞാൽ കൊക്കക്കോളയാണ് ഉദ്ദേശിക്കുന്നത്. കോക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കൊക്കക്കോളയാണ്. അപ്പോൾ കൊക്കക്കോളിൻ്റെ അന്നത്തെ എന്താണ് പരസ്യമാണെന്ത്, തിങ്സ് ഗോ ബെറ്റർ വിത്ത് കോക്ക്, കോക്കിനോടൊപ്പം എന്താവാൻ ഉയരാൻ. ഓക്കെ, അപ്പോൾ അതും എന്തുണ്ടാവില്ല, അത് ഇവിടെ ഉണ്ടാവില്ല, റെവല്യൂഷൻ അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഉയരാനുള്ളൊരു സാധനം നല്ല റെവല്യൂഷൻ എന്ന് പറഞ്ഞത്. അടുത്തത്, റെവല്യൂഷൻ വിൽ നോട്ട് ഫൈറ്റ് ജേംസ് ദാറ്റ് മേ കോസ് ബാഡ് ബ്രത്ത്സ്. വെച്ചാൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വായിൻ്റെ ഉള്ളിലെ ജംസുകൾ, കീടങ്ങളുമായിട്ട് എന്താ പറയുക ഫൈറ്റ് ചെയ്യില്ല. എങ്ങനത്തെ ജംസ് ആണെന്ന് അറിയോ? ആ ജംസുകളാണ് നിങ്ങൾക്ക് എന്താക്കുന്നത്, ബാഡ് ബ്രത്ത്, അതായത് ബാഡ് സ്മെല്ല് ഉണ്ടാക്കുന്ന നിങ്ങളെ വായിലുള്ള സാധനം. അതിനോട് ഫൈറ്റ് ചെയ്യുന്ന സാധനമല്ല റെവല്യൂഷൻ എന്ന് പറയുന്നത്. അത് മൗത്ത് വാഷിൻ്റെ കമ്പനിക്ക് ടാറ്റർക്ക് എന്താണ് കൊടുത്തതാണ്. ഓക്കെ, ഇനി അടുത്ത പറയാണ്, ഇനി റെവല്യൂഷൻ, ഇതൊന്നും അല്ല റെവല്യൂഷൻ എന്ന് പറഞ്ഞില്ലേ. ഇനി റെവല്യൂഷൻ, അപ്പോൾ ഇത്ര കാലം എന്താണ് കുറേ പാസീവായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത പറയണത് എന്താണെന്നറിയോ? ദ റെവല്യൂഷൻ പുട്ട് യു, റെവല്യൂഷൻ നിങ്ങൾ ആക്കും അല്ലെങ്കിൽ വെക്കും എവിടെയെന്ന് പറയുന്നത് ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ലൈഫ് നിങ്ങളെ കയ്യിലേക്ക് തരും, നിങ്ങൾ ആക്റ്റീവോ, പിന്നെ നിങ്ങളാണ് തീരുമാനിക്കുക എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. ഓക്കെ, വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. പിന്നെ വേറെ കാര്യം കൂടെ പറയാനുള്ളത്, ദ റെവല്യൂഷൻ വിൽ ബി നോ റീഡർ. ഇതൊന്നും നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഹൈലൈറ്റൊക്കെ കാണിക്കണേ, അതേമാതിരി തിരിച്ച് വീണ്ടും കാണിച്ചു തന്നെ ഒരു ഓടിച്ചു പോകുന്നൊരു സാധനമല്ല ബ്രദേഴ്സ്. പിന്നെന്താണ്, റെവല്യൂഷൻ വിൽ ബി ലൈവായിട്ടുള്ള പരിപാടിയാണ്. ഇറങ്ങി ലൈവായിട്ട് ആസ്വദിക്കേണ്ട സാധനമാണ്. പിന്നീട് ആസ്വദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നീട് പങ്കെടുക്കാമെന്ന് വിചാരിച്ച് നടക്കുന്ന സാധനമല്ല, ലൈവായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണെന്നാണ് പറഞ്ഞത്. അപ്പം ആദ്യം കുറേ നമ്മളെ ദുശീലങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ഈ റെവല്യൂഷൻ്റെ ഉപകാരങ്ങൾ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ഈ കവിത എന്ന് പറഞ്ഞത്. അത്യാവശ്യം നല്ല പോയിൻ്റുള്ള നമുക്ക് നല്ല ആസ്വദിക്കാൻ പറ്റുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളെ, പ്രത്യേകിച്ച് മീഡിയക്കാരുടെ പ്രവർത്തനങ്ങളെ കാണിക്കുന്ന ഒരു പിന്നെ പോമാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.